ഒരു നയത്തിൽ മാത്രം നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റുമോ? കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറണ്ടേ? ഞാൻ എന്റെ അഭിപ്രായം മാറ്റി. മങ്ങാട്ടച്ഛന് ന്യായം നല്ലു, മാംഗല്യത്തിനു സ്വർണ്ണേ നല്ലു, മങ്ങാതിരിപ്പാൻ നിലവിളക്കു നല്ലു, പാല്യത്തച്ഛനുപായം നല്ലു, പാലിൽ പഞ്ചസാര നല്ലു, പാരാതിരിക്കാൻ ചില പദവി നല്ലു. നാണമില്ലാത്തവന്മാരുടെ മൂട്ടി കിളുക്കുന്നത് ആലാണെങ്കിൽ ഈ നിലപാടില്ലാത്തവന്മാരുടെയൊക്കെ മൂട്ടി വളർന്നു വലുതാകണത് എന്തരാണോ എന്തോ പൊന്നു മക്കളെ. അയ്യോ, ഒരു 5-6 ദിവസം മുന്നേ വരെ PM ശ്രീ പറ്റൂല. വേറൊരാള് പറഞ്ഞിട്ടുണ്ട്, ആര്? വീണ ജോർജ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കുടുംബാരോഗ്യ സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളിലൊന്നും ആയുഷ്മാൻ ഭാരത് എന്നൊരു വാക്ക് ചേർത്ത് വെക്കാൻ പറ്റൂല. നമ്മൾ ഒരു കാരണവശാലും അത് താമസിക്കൂല, നമുക്ക് ജീവൻ കിടക്കണമെങ്കിൽ. ഇതേപോലെ പറഞ്ഞു ഒരുത്തനാണ് ശിവൻകുട്ടി. ഇന്നലെ ഒരു എളുപ്പമില്ലാതെ പച്ചയ്ക്ക് പറയാണ്. അപ്പൊ ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റിയല്ല. നമ്മൾ ചക്കയ്ക്ക് ചായക്കണവരാണല്ല. അപ്പപ്പ കാണുന്നവന്മാരെ അപ്പാന്നങ്ങ് വിളിച്ചേക്കണം. നമുക്ക് കാശിനല്ലേ ആവശ്യം. 1000കണക്കിന് കോടി വരാതിരിക്കുന്നു, ഇവിടെ ഇലക്ഷൻ വരാതിരിക്കണം, അതും കൂടാതെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ആവശ്യത്തിന് ചെലവുകളിരിക്കണം. അപ്പൊ ഈ കോടിക്കണക്കിന് വരണ പൈസ വേണ്ടെന്ന് വെക്കുക. നട്ടലില്ലാത്ത കൊണ്ട് അത് വളയ്ക്കണേ നിവർക്കണേ പ്രശ്നവും വരണില്ലല്ല. CPI എന്നല്ല, എവരുടെ ആരുടെയും കുടുംബക്കാർ പറഞ്ഞാൽ പോലും എവരിതിൽ നിന്ന് പിന്മാറാൻ പോവാണില്ല. എന്നാലും ഓരോരോ കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അന്ന് ഇങ്ങനല്ലല്ല പറഞ്ഞതെന്ന് വാദിക്കുമ്പം ഇവർ പറയണ ന്യായം ഇതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞായിരുന്നല്ല, നമ്മൾ സാഹചര്യം കണ്ട പോലെ നിൽക്കണം. സമൂഹം മാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറണം. നാട് ഓടുമ്പോൾ നമ്മൾ കുറുകെ വലിഞ്ഞ് നടുവെല്ലാം മാറി കിടന്ന് ഓടണം. എങ്കിലേ നമ്മുടെ പോക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് തള്ളാൻ പറ്റുള്ളൂ. ആ പറഞ്ഞ നിലപാടിന് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ സുപ്രീം കോടതി കണ്ടോളാം എന്ന് പറയായിരുന്നല്ല. തമിഴ്നാട്ടിൽ സ്റ്റാലിനടുത്ത് അങ്ങനെയല്ലേ കാണിച്ചുകൊണ്ടിരിക്കണത്. എന്തൊരു വന്നാലും ഒരു ഇന്ത്യയിലെ ഒരു സംസ്ഥാനം, കേരളവും തമിഴ്നാടും ഒക്കെ. അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേരിൽ എന്തെങ്കിലും ഒരു സംഭവം എഴുതി വെച്ചാലാ, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചാലാ എന്തൊരു കുറവ് വരാൻ പോണെന്നാണ് എനിക്കറിയാൻ പാടില്ല തേട്ടാ. ഇപ്പോഴത്തെ ചാനലുകളിലൊക്കെ ഇന്നലെ മീഡിയ 1ലൊക്കെ അപ്പോ മൂലക്കുരു ഉണ്ടെങ്കിൽ അത് പൊട്ടി ഒലിക്കും. ആ രീതിയിലാണ് മൂലത്തീന്ന് കത്തിക്കേറി വരണത്. ഇരിക്കാൻ പാടില്ല, ഇരിക്കണം. അവതാരകൻ ഈ പരുവത്തിലാണ് കടന്ന് കളിക്കണത്. അപ്പോൾ കാവ്യവൽക്കരിക്കാൻ പോണ്. കേരളത്തിൽ RSSകാരുള്ള, ഇവിടെ BJPക്കാർ മാത്രമല്ല, കോൺഗ്രസ്സുകാരുണ്ട്, കുറെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ഇതിൽ ഒന്നും പെടാത്ത ആളുകളുണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവന്നങ്ങ് കാവ്യവൽക്കരിക്കാൻ വേണ്ടി എല്ലാവരും അങ്ങ് കിടന്ന് കൊടുക്കുകയാണ്. ഒരു തലയ്ക്കകത്ത് എന്തെങ്കിലും വെളിവ് വേണം. ഈ കണ്ട ഇന്ത്യയിലെ സ്കൂളുകളിൽ മുഴുവൻ ഇതെല്ലാം നടത്തി അവര് പരമാവധി പിടിച്ച് നോക്കി കേട്ടാ ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടി. ഇത് ചെയ്യണതിലൂടെ എന്തൊക്കെയോ ഇവിടെ വന്നങ്ങ് നാട്ടുകാരെല്ലാം ഇല്ലായ്മ ചെയ്ത് കളയുമെന്നാണ് ഈ വിവരദോഷികളൊക്കെ പറഞ്ഞ് നടക്കുന്നത്. സ്കൂളുകളിലെ നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടാണ് കോടിക്കണക്കിന് രൂപ വർഷാവർഷം ഈ PM ശ്രീ പദ്ധതി പ്രകാരം കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് തരണത്. മനസ്സിലായില്ലേ? 60%, 40% എന്നുള്ള രീതിയിലാണ് സംസ്ഥാനവും കേന്ദ്രവും കാശ് മുടക്കണത്. ഇതിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇത് കുട്ടികളുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് യവന്മാർക്ക് മനസ്സിലായിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ കിട്ടാനുള്ള രൂപ വേണ്ടെന്ന് വെക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇത് വാങ്ങിച്ചെടുക്കണമെന്ന് യവന്മാർക്ക് അവസാനം മനസ്സിലായി. ഒന്നും കാണാതെ യവന്മാർ ഒപ്പിടുവാപ്പി. CPIയിലെ കുറെ കൂട്ടര് പാർട്ടി മാറാൻ നിൽക്കുകയാണ്. വേണ്ട ബഹളം. എന്തോ കേരളത്തിനെ ആർക്കോ വിറ്റ് കളഞ്ഞ പോലുള്ള ബുദ്ധിമുട്ടാണ് ഓരോ അവന്മാർക്ക്. എന്തരാണ് ഈ സംഭവം എന്ന് ഒരുത്തന്നെ അറിഞ്ഞുകൂടാ. PM ശ്രീ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ മുഖശ്രീ എന്ന് പറഞ്ഞിരിക്കണ വിവരദോഷികൾ വരുന്നുണ്ട്. എന്തരാണ് ഈ PM ശ്രീയുടെ ആ ഫുൾ ഫോം മൊത്തത്തിൽ എഴുതണമെന്ന് പോലും അറിയാവാ. റൈസിങ് സ്കൂൾ എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന ആശയം. പള്ളിക്കൂടത്തിൽ പോകാത്ത എനിക്ക് വരെ ഇതറിയാം. അതുപോലും അറിയാമെന്നാണ് HFI എന്നും പറഞ്ഞു കുറേ എണ്ണങ്ങൾ മുന്നോട്ട് വന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ എതിർപ്പുണ്ടാന്ന് ചോദിച്ചപ്പോൾ അത് നമുക്ക് ആശങ്കയുണ്ട്. അപ്പൊ ഇന്ത്യൻ ക്ലോസറ്റിലോട്ട് പോയി അങ്ങ് കുത്തിയിരിക്കണം. അപ്പൊ കുറെ ആശങ്ക തീരും. അല്ല എന്തൊരു പറയാ. ഞാൻ പറഞ്ഞല്ലോ, ആ ആശങ്ക നിലനിൽക്കുന്നു. ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു, ആ ആശങ്കതായി ഞങ്ങൾ നിലനിൽക്കുന്നു. ആ ആശങ്ക
അത് തീർച്ചയായും ആ സർക്കാരിന് നട്ടെല്ല് നിവർത്തി നിന്ന് നേരെ ചൊവ്വ പറയാൻ ഒന്നും കയ്യിലില്ല. ഈ CPIക്ക് ആണെങ്കിൽ എന്തെങ്കിലും ഒരു പരിധിക്കപ്പുറം എവരുടെ അടുത്ത് എതിർത്ത് സംസാരിക്കാൻ പറ്റുക? കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, മൈക്ക് ഓഫായിട്ട് മുഖ്യമന്ത്രിക്ക് ആ മൈക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പോയ ആള് അപ്പോൾ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഇത്ര ഒരു സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടാണ് മൈക്ക് ശരിയാക്കി കൊടുത്തത്. അത്രയ്ക്ക് പേടിയാണ്. അപ്പൊ അതാ ലാസ്റ്റ് എന്തൊരു പറഞ്ഞിരിക്കുന്നത്, CPIയുടെ നിലപാട് ചോദിച്ചപ്പം ഞങ്ങളൊന്ന് പഠിക്കട്ടെ, അതായാലും PM ശ്രീ പദ്ധതി എന്തരാണ്, അതുകൊണ്ട് കേരളത്തിന് എന്തെങ്കിലും ഗുരു ഉണ്ടാവുകയെന്ന് ഞങ്ങളൊന്ന് പഠിക്കട്ടെ. എവരിന്നിത് പഠിച്ച് തൊലിച്ചിട്ട് വേണമല്ലോ കുട്ടികൾക്ക് പദ്ധതി പ്രകാരമുള്ള സാമ്പത്തിക സഹായവും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ കിട്ടാൻ. എന്തെങ്കിലും രക്ഷപ്പെടുന്ന ഒരു കേസ് ഉണ്ടാവും, ഉടനെ അതിന് ഇടംകോലിടണം. അതാണ് നമ്മുടെ പതിവ്. ഈ കാര്യത്തിൽ ചെറിയൊരു അടി അവിടെ നടന്നു, ചെറുതല്ല വലിയ തോതിൽ അടി നടക്കണുണ്ട്. അടി നടക്കട്ട്. ഇത് താമസിച്ചാണെങ്കിലും കുറേ എണ്ണത്തിനൊക്കെ തലേ വെളി വരുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെ. അവരവരുടെ നാട്ടിലെ പിള്ളേർക്ക്, അവരവരുടെ കുടുംബത്തിലുള്ള പിള്ളേർക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ചെയ്യണമെങ്കിൽ അത് വാങ്ങിച്ചെടുത്ത് ഇവിടെ കാര്യങ്ങൾ സാധിക്കാനുള്ളതിന് നമ്മൾ വലിയ മറ്റവരാണ്. നമ്മളൊരിക്കലും നട്ടില് വളയ്ക്കൂല, കുനിയൂല്ല, നിവരൂല്ല. എന്തെങ്കിലും ഇരുന്നിട്ട് പറഞ്ഞാൽ വേണ്ടൂല്ല. ഒരു കോപ്പും ഇല്ല എന്നാലും നാക്കിനോട്ട് കുറവില്ല. എന്തരായാലും പണ്ടൊക്കെ പിന്നെ ഇപ്പതാ ഇന്ന് പറയണ കാര്യം നാളെ നേരെ വെളുക്കണതിന് മുമ്പ് അതിൻ്റെ വിപരീതം പറഞ്ഞ് വെക്കുകയും ചെയ്യും. ഒരു നാണം ഇല്ലാതെ. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഇന്ന് സുരേഷ് ഗോപിയെ വിമർശിക്കണത് കേട്ട് ഭാഗ്യത്തിന് എഴുതി വായിക്കാതെ കുറച്ചു നേരം നാട്ടുകാരോട് സംസാരിച്ച്. അയാൾ പറയുന്നതിന് ആരും വില കൊടുക്കണില്ല, അയാൾ എന്തരൊക്കെയോ കാണിക്കണ്, അയാൾക്ക് തലയ്ക്ക് വെളിവില്ല, നാക്കെടുത്ത നോണ. ആദ്യം അവനവൻ്റെ യോഗ്യത എന്തരാണെന്നൊന്ന് ചിന്തിച്ച് നോക്കണം. നാട്ടുകാർ മുഴുവൻ എന്തൊരു കണ്ണുകൊണ്ട് നിങ്ങളെ കാണുന്നു. ഒരു സംഭവം വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത് നമുക്ക് നല്ലതാണോ ചീത്തയാണോ, നാടിനൊരു വികസനം ഉണ്ടാകണ കാര്യം വരുമ്പോൾ നിങ്ങൾ പാർട്ടി രാഷ്ട്രീയവും കോപ്പും കുടച്ചക്രമൊക്കെ നോക്കണം. എന്തിന്? നാടിന് പ്രയോജനമുള്ള കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്. ശിവൻകുട്ടിയുടെ വായിന്ന് തന്നെ വന്നല്ല, കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറണ്ടേ. കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ നിന്നാൽ നിങ്ങളുടെ ആദർശവേ കാലഹരണപ്പെട്ടതാണ്. നിങ്ങൾ എന്നെ പലതവണ നാക്ക് കൊണ്ട് പറയുന്നുണ്ട്, നമ്മളിപ്പോൾ പഴയ കാലത്തെ ആദർശങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് കഞ്ഞി കുടിക്കാൻ പറ്റുക നിങ്ങൾ ചോദിക്കണുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഈ ആദർശത്തിന് എവിടെ ഇനി എന്തരാണ് പ്രസക്തി എന്നാണ് നാട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം കൊണ്ട് അറബിക്കടലിൽ തള്ളിയിട്ട് ഏതെങ്കിലും നല്ല ആദർശം എവിടെ മിച്ചമുണ്ടെങ്കിൽ അതിൽ ചേർന്ന് പ്രവർത്തിച്ച് നാടിന് വല്ല വികസനം ഉണ്ടാക്കാൻ നോക്ക്. കുറേ എണ്ണങ്ങൾ വെറുതെ ചൊറിയും കുത്തി ഇരുന്നുകൊണ്ട് എന്തൊക്കെയാ പദവികൾ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ കൊണ്ട് നാടിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാ? എന്താ പെൻഷൻ വരെ അവന്മാർക്കൊക്കെ കിട്ടണം. പിന്നെ പിൻവാതിൽ വഴിയുള്ള മുതലാക്കല് വേറെ. അപ്പൊ മിനിറ്റിന് ഓരോന്ന് വായി വരുന്നത് പോലെ പറഞ്ഞ് കേൾക്കണവർക്ക് നാണക്കേട് ഉണ്ടാക്കാതെ നീയൊക്കെ ഒരിടത്ത് ഒന്നെങ്കിലെങ്കിൽ ഉറച്ചു നില്ല്, അല്ലെങ്കിൽ ഉറച്ച് നിൽക്കുന്നിടത്തോട്ട് നീയൊക്കെ പോ. എന്തായാലും എൻ്റെ പൊന്നുമക്കളെ, ഈ വിവരദോഷികളെ പോലെയല്ല കേട്ടോ, കുസുമേച്ച് വിവരമുള്ള പിള്ളേരുകളൊക്കെ തിരക്കി അറിഞ്ഞായിരുന്നു. ഇതൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മുടെ മക്കൾക്കൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. നമ്മുടെ വിദ്യാഭ്യാസത്തിന് നമ്മുടെ പിള്ളേർക്കും ദോഷം വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ ചെയ്യുവാന്നൊന്ന് ചിന്തിച്ചാൽ പോരാ. അപ്പോൾ എത്ര സ്കൂളുകൾ ഇതിപ്പോൾ നടപ്പിലാക്കിയേക്കുന്നത്. ഇവിടെ കേരളത്തിലും എന്തരാണ് കേന്ദ്രീയ വിദ്യാലയത്തിലൊക്കെ ഇതൊക്കെ നടത്തി വരണതല്ലേ. അപ്പോൾ എല്ലാ സ്കൂളുകളിലും ഒന്നും ഇല്ല കേട്ടാ, അവർ കുറേ എണ്ണം സ്കൂളുകൾ തിരഞ്ഞെടുക്കും, ആ സ്കൂളുകളിലാണ് ഇത് നടത്തണത്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ മേലെ നിൽക്കണ ആകാശം ഇങ്ങനെ താഴോട്ട് ഇരുന്ന് വീഴാണ് പോണ. അതാത് സമയത്ത് നല്ല ബുദ്ധി തോന്നിയാൽ നല്ലത് തന്നെ. ബുദ്ധി എന്ന് പറയണതില്ല, ആരെങ്കിലും തന്നാൽ അത് കൈനീട്ടി വാങ്ങിച്ച് കേരളത്തിന് എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്കും കൊള്ളാം, കേരളത്തിലെ നാട്ടുകാർക്കും കൊള്ളാം. ഇനി ഇതിപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞെന്നും പറഞ്ഞ് കിളവി സംകിടി ചാണകത്തള്ള വന്ന് പറയണമെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ.